കിച്ചൺ ക്യാപ്റ്റൻസിയെക്കുറിച്ചുള്ള സത്യസന്ധമായ അഭിപ്രായം പറയാൻ ബിന്നിയോട് ലാലേട്ടൻ ചോദിക്കുമ്പം ബിന്നി പറയുന്നുണ്ട്, ലക്ഷ്മി പൊതുവേ അടുക്കളപ്പണി അറിയാവുന്ന ഒരാളല്ല, മാത്രമല്ല ഒരു മടിച്ചിയാണ്. അങ്ങനെ ഒരാളെ എന്തിനാണ് കിച്ചൺ ക്യാപ്റ്റനാക്കി നിയമിച്ചതെന്ന് ആദിലയോട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ആദില പറയുന്നുണ്ട്, ആളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിയമിച്ചതെന്ന്. കിച്ചൺ ഡ്യൂട്ടി അറിയാത്ത ലക്ഷ്മിയെ കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയത് ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമാണോ, അങ്ങനെ ബിന്നിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ബിന്നി പറയുന്നുണ്ട്, ലക്ഷ്മിക്കിട്ടൊരു പണി കൊടുക്കാനായിട്ടാണ് എനിക്ക് തോന്നിയത്, അതാ ഞാനും ചോദിച്ചതെന്ന് ലാലേട്ടനും പറയുന്നു. ആണോ ആദില എന്ന് ചോദിക്കുമ്പോൾ ആദില മറുപടി ഇല്ലാണ്ട് വിളറി വെളുത്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ സമയത്ത് ആര്യൻ കൈ കാണിക്കുന്നുണ്ട്, തനിക്കെന്തോ പറയാനുണ്ടെന്നുള്ള രൂപത്തിൽ. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ പറയാനുള്ളത്? അപ്പോൾ പറയുന്നു, ഒന്നുമില്ല ലാലേട്ടാ, ഒന്നും പറയേണ്ടെന്ന് വെക്കുന്നു. മിക്കവാറും ഇനി ചപ്പാത്തി മാവ് കുഴച്ചതിന് ശേഷം അവിടെ തുറന്നു വെച്ചിട്ട് കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോഴത്തേക്കും മാവിൽ ഈച്ച പറ്റി. തുറന്നു വെച്ചത് എന്തിനാണെന്ന് ചോദിച്ച് ലക്ഷ്മി ഒരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നല്ലോ. ഷാനവാസാണ് ലക്ഷ്മിയെ കാണിച്ചു കൊടുത്തത് ഇങ്ങനെ മാവ് തുറന്നിരിക്കുന്നെന്ന്. അതിനെ തുടർന്ന് ലക്ഷ്മി വലിയൊരു പ്രശ്നം ഉണ്ടാക്കി, ഹൈജീനെ ചൊല്ലി. അതായത് ഈച്ച പറ്റിയ ആഹാരമൊന്നും കഴിക്കേണ്ട ആവശ്യം ഇവിടെയുള്ള ആർക്കുമില്ല. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആര്യൻ സോറിയൊക്കെ പറഞ്ഞിരുന്നു. അതിനെ ചൊല്ലി ഇനി എന്തെങ്കിലും പറയാനാണോ കൈ കാണിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും ആര്യനൊന്നും പറയുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നില്ല. കിച്ചൺ ഡ്യൂട്ടി അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഇത്രയും പേർക്ക് ബിഗ് ബോസ് തരുന്ന റേഷൻ കണക്കിന് കൃത്യമായിട്ട് അളന്ന് ഫുഡ് ഉണ്ടാക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. മനഃപൂർവ്വം ആദില ലക്ഷ്മിക്കിട്ടൊരു പണി കൊടുത്തയാണോ എന്ന് പിന്നെ പറഞ്ഞത് കണക്ക് അറിയത്തില്ല. എന്തായാലും ആദിലെ അത് ചോദ്യം ചെയ്യുന്നുണ്ട് ലാലേട്ടൻ.